എനിക്ക് ഹാപ്പിനെസ് വേണം എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലായില്ല. എൻ്റെ ഹാപ്പിനെസ്സിന് ഒരു വാല്യൂവും കണ്ടില്ല. ഇപ്പം എങ്ങനെ ഞാൻ ഹാപ്പി ആവും എന്നുള്ളത് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. സോ അവരെ അത് ബുദ്ധിമുട്ടിക്കുന്നില്ല. കാരണം ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നു, അതിൽ ഞാൻ ഹാപ്പിനെസ് കണ്ടെത്തുന്നു, എൻ്റെ ബ്രേക്കുകൾ ഞാൻ തീരുമാനിക്കുന്നു, ആൻഡ് എൻ്റെ കുട്ടികൾക്ക് അതിലൊരു പ്രശ്നവും ഇല്ല. അപ്പോൾ പതുക്കെ പതുക്കെ അവർ മാറി വരികയാണ്. സോ എനിക്ക് തോന്നുന്നു ഈ കണ്ടീഷൻഡ് ആയിട്ടുള്ള മൈൻഡ്സിനെ മാറ്റാൻ നമ്മൾ ജീവിച്ച് കാണിക്കാൻ തന്നെ വേണം, ആൻഡ് നമ്മൾ അതിൽ സക്സസ്ഫുൾ ആവുകയും വേണം. അപ്പോൾ ഒരു മാറ്റം സംഭവിക്കും. ഇതിനകത്ത് പറഞ്ഞൊരു പോയിന്റ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്, പേരൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ചു, പാരൻസിന് വേണ്ടിയിട്ട് 2 കുട്ടികൾ ഉണ്ടായി എന്നുള്ളത്. ഇപ്പൊ ഇത് പറയുമ്പോൾ അവരുടെ ഫ്യൂച്ചർ എന്താവും എന്ന് ചിന്തിക്കുന്നുണ്ടോ? യെസ്, ഒരുപാട് പേര് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. കാരണം അതാണ് നമ്മുടെ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ ഒരു പോയിന്റ്, എസ്പെഷ്യലി അറേഞ്ച്ഡ് മാരേജസിൽ വരുമ്പോൾ എന്താന്ന് വെച്ചാൽ, ചിന്തിക്കാനുള്ള പ്രായമാവുന്നതിന് മുന്നേ കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതാണ്. നോക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷേ അവർക്ക് സൊസൈറ്റിയെ കാണിക്കണം, ജീവിതം അവർക്ക് സൊസൈറ്റിയെ ഇന്നും നാട്ടുകാരെ പേടിയാണ്. അതാണ് ഇന്നും. സോ അന്ന് എനിക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കാനുള്ള ലോകപരിചയമില്ല. ശരിയാണ്, ഞാൻ 3 റിയാലിറ്റി ഷോ വിന്നറാകുന്നു, ലോകത്ത് മുഴുവൻ ട്രാവൽ ചെയ്ത് പ്രോഗ്രാംസ് ചെയ്യുന്നു, പുറത്തുനിന്ന് കാണുന്ന ആള് വളരെ മെച്ചൂർഡായിട്ടുള്ള കുട്ടി. പുറത്ത് ഏത് രാജ്യത്ത് പോകുമ്പോഴും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവർക്ക് ലീവ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കൊരു ഷോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എനിക്ക് ഒറ്റയ്ക്ക് എൻ്റെ ഒരു കാര്യവും ചെയ്യാൻ അറിയില്ല. എനിക്ക് ഇന്നും റോഡ് ക്രോസ് ചെയ്യാൻ അറിയില്ല, അറിയോ? കാരണം ഇന്നും ബിക്കോസ് അത് റോഡ് ക്രോസ് ചെയ്യാനുള്ള ഭയം കയറ്റി എനിക്കിപ്പോ റോഡിൽ വണ്ടി പോണ കാണുമ്പോൾ പേടിയാ. അപ്പൊ അങ്ങനെയാണ് എന്നെ വളർത്തിയിരിക്കുന്നത്.